ഹലോ ഫ്രണ്ട്സ്, എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം. ഞാൻ സാധാരണയായിട്ട് അമേസിംഗ് അമേരിക്ക എന്ന പേരിൽ എൻ്റെ യാത്രയുടെ വീഡിയോകളാണ് ചെയ്യാറുള്ളത്. അത് അമേസിംഗ് അമേരിക്ക എന്നൊരു യൂട്യൂബ് ചാനലിലാണ്. ഇത് എൻ്റെ സ്വന്തം പേരിലുള്ള ഒരു ചാനലിൽ ഞാൻ ചില വീഡിയോകളൊക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇനി കുറച്ചുകൂടി സ്ഥിരമായിട്ട് ശാസ്ത്രപരവും അതായത് സയൻറ്റിഫിക് ആയിട്ടുള്ളതും വാന നിരീക്ഷണങ്ങളും ആയിട്ട് ബന്ധപ്പെട്ട ലോജിക്കുമായിട്ട് ബന്ധപ്പെട്ട സ്വതന്ത്ര ചിന്തയൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട ചില വീഡിയോകൾ ചെയ്യാനുള്ള ഒരു പ്ലാനാണ് എനിക്കുള്ളത്. അപ്പൊ ഇന്ന് ചെയ്യുന്നത് ആസ്ട്രോണമിയായിട്ട് ബന്ധപ്പെട്ട ഒരു വീഡിയോ ആണ്. ആസ്ട്രോണമിയാണ്, ആസ്ട്രോളജി അല്ല. ഓക്കെ, അതിന്റെ വ്യത്യാസം നിങ്ങൾക്ക് അറിയാമെന്ന് ഞാൻ കരുതുന്നു. വാന നിരീക്ഷണം അല്ലെങ്കിൽ സ്പേസ്, ഇതിനെ പറ്റിയുള്ള വിവരങ്ങൾ കഴിഞ്ഞ കുറച്ച് മാസങ്ങളായിട്ട് ആസ്ട്രോണോമേഴ്സിന്റെ ഇടയിലും വാന നിരീക്ഷകരുടെ അല്ലെങ്കിൽ ശാസ്ത്രീയമായിട്ട് ചിന്തിക്കുന്നവരുടെ ശാസ്ത്ര കുതുകികൾ എന്നൊക്കെ പറയാറുണ്ടല്ലോ, അവരുടെ ഇടയിലുമൊക്കെ വാർത്തകളിൽ ഇടം പിടിച്ച ഒരു കാര്യമുണ്ട്. ആ ഒരു കാര്യമാണ് 3i അറ്റ്ലസ്. 3i/അറ്റ്ലസ് എന്നാണ് അതിനെ വായിക്കുക, ATLAS. അപ്പൊ ഈ 3i അറ്റ്ലസ് എന്നത് ഒരു ഇന്റർസ്റ്റെല്ലാർ കോമറ്റ് ആണ്. അപ്പൊ ഈ വീഡിയോയിൽ നമ്മൾ കാണാൻ പോകുന്നത് എന്താണ് ഇന്റർസ്റ്റെല്ലാർ കോമറ്റ്, എന്താണ് ഈ 3i അറ്റ്ലസ്, അതിന്റെ പ്രത്യേകതകൾ, അത് എവിടെ നിന്നും വരുന്നു, എന്തുകൊണ്ടാണ് അതിനെ നമ്മൾ ഇന്റർസ്റ്റെല്ലാർ കോമറ്റ് ആണെന്ന് പറയുന്നത്, എങ്ങനെ നമ്മൾ അതിനെ തിരിച്ചറിയാം, ഇത്രയും അകലുള്ള ഒരു സാധനത്തിനെ ശാസ്ത്രജ്ഞന്മാരും ഇവരൊക്കെ എങ്ങനെയാണ് തിരിച്ചറിയുക എന്നൊരു ചോദ്യം പലപ്പോഴും എൻ്റെ സുഹൃത്തുക്കളൊക്കെ ചോദിക്കാറുണ്ട്. നമ്മളൊരു കാര്യം പറയുമ്പം ഇത്രയും അകലെയാണല്ലോ അതെങ്ങനെയാണ് തിരിച്ചറിയാൻ കഴിയുക എന്നുള്ളതൊക്കെ പലരും ചോദിക്കാറുണ്ട്. അതുപോലെ തന്നെ ഈ ഇന്റർസ്റ്റെല്ലാർ കോമറ്റും സാധാരണ കോമറ്റും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? അപ്പൊ ആദ്യം തന്നെ എനിക്ക് പറയാനുള്ളത്, ഇന്റർസ്റ്റെല്ലാർ കോമറ്റ് എന്നൊരു പേര് കേട്ട് നിങ്ങൾ പേടിക്കേണ്ട എന്നതാണ്. അതൊരു വലിയ ഭീകരമായിട്ടുള്ള സബ്ജക്റ്റ് ഒന്നുമല്ല. ഇന്റർസ്റ്റെല്ലാർ എന്ന് വെച്ചാൽ നമ്മൾ ഇന്റർ സ്റ്റേറ്റ്, ഇന്റർനാഷണൽ, ഇന്റർ യൂണിവേഴ്സിറ്റി എന്നൊക്കെ കേട്ടിട്ടുണ്ട്. ഇന്റർ സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ നമുക്കവിടെ ഇന്റർ സ്റ്റേറ്റ് കോമ്പറ്റീഷൻസ് ഉണ്ടാവും, സ്റ്റേറ്റുകൾ തമ്മിലുള്ള കോമ്പറ്റീഷൻ. ഇന്റർ യൂണിവേഴ്സിറ്റി കോമ്പറ്റീഷൻ എന്ന് പറഞ്ഞാൽ യൂണിവേഴ്സിറ്റികൾ തമ്മിലുള്ള കോമ്പറ്റീഷൻ. അപ്പൊ ഇന്റർസ്റ്റെല്ലാർ എന്നത് ആ ഒരു ഗണത്തിൽപ്പെടുന്ന വാക്കാണ്. ഇന്റർസ്റ്റെല്ലാർ, സ്റ്റെല്ലാർ ഇവിടെ സ്റ്റാൻഡ്സ് ഫോർ സ്റ്റാർ അല്ലെങ്കിൽ നക്ഷത്രം. അപ്പൊ ഇന്റർസ്റ്റെല്ലാർ എന്ന് പറഞ്ഞാൽ നക്ഷത്രങ്ങൾ തമ്മിലുള്ള എന്നേ അർത്ഥമുള്ളൂ. അതായത് ഒരു നക്ഷത്രത്തിന്റെ പരിധിയിൽ നിന്നും വേറൊരു നക്ഷത്രത്തിന്റെ പരിധിയിലേക്ക് വരുന്ന കോമറ്റുകളെയാണ് നമ്മൾ ഇന്റർസ്റ്റെല്ലാർ കോമറ്റ് എന്ന് വിളിക്കുന്നത്. നിങ്ങൾക്കറിയാം, നമ്മുടെ നക്ഷത്രം സൂര്യനാണ്, അതാണ് നമ്മുടെ സ്റ്റാർ. ഈ സൂര്യനും സൗരയൂഥത്തിനും പുറത്ത് മൊത്തം നമ്മുടെ മിൽക്കി വേ എടുത്തു കഴിഞ്ഞാൽ, മിൽക്കി വേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മലയാളത്തിൽ ക്ഷീരപഥം എന്ന് പറയുന്നത്. അപ്പൊ ഞാൻ ഈ വാക്കുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറി ഉപയോഗിക്കും. ചിലപ്പോൾ മിൽക്കി വേ എന്ന് തന്നെ പറയും. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കുക, ഞാൻ ഉദ്ദേശിക്കുന്നത് ക്ഷീരപഥമാണ്. ചിലർക്ക് മലയാളം കംഫർട്ടബിൾ ആണ്, ചിലർക്കാണെങ്കിൽ ഇംഗ്ലീഷ് വേർഡ്സ് ആണ് കുറെ കൂടി കംഫർട്ടബിൾ ആയിട്ടുള്ളത്. അപ്പോൾ മിൽക്കി വേയിൽ വളരെയധികം നക്ഷത്രങ്ങളുണ്ട്, ബില്യൺ കണക്കിന് നക്ഷത്രങ്ങളുണ്ട്. അപ്പൊ അതിലേതെങ്കിലും ഒരു നക്ഷത്രത്തിന്റെ പരിസരത്ത് നിന്ന്, അവിടെ നിന്ന് നമ്മുടെ സൗരയൂഥത്തിലേക്ക്, സൂര്യൻ എന്ന നക്ഷത്രത്തിന്റെ ആ ഒരു തലം, സൂര്യനും സൂര്യന്റെ ഗ്രഹങ്ങളും അതുപോലെ തന്നെ മറ്റ് ചിഹ്നഗ്രഹങ്ങളും അതൊക്കെ ചേർന്നിട്ടുള്ള ഒരു സ്പേസ് ഉണ്ടല്ലോ, അതാണ് സൗരയൂഥം. ഇതിലേക്ക് വന്ന ഒരു കോമറ്റ്, അത്രേ ഉദ്ദേശിക്കുന്നുള്ളൂ. ഇനി ഞാനിത് നിസ്സാരമാണെന്ന് പറഞ്ഞെങ്കിലും നമ്മൾ അതിന്റെ യാഥാർത്ഥ്യത്തിലേക്ക് കടന്നു കഴിഞ്ഞാൽ അത് നമ്മെ അത്ഭുതപ്പെടുത്തും. മാത്രമല്ല, ഇതൊക്കെ പഠിക്കുന്നതിന്റെ ഭാഗമായിട്ട് നമ്മൾ പ്രപഞ്ചത്തിലെ കുറെ കാര്യങ്ങൾ കൂടി പഠിക്കും. എന്ന് വെച്ചാൽ പഠിക്കും എന്ന് വെച്ചാൽ നമുക്ക് മനസ്സിലാകും എന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ധൂമകേതുക്കളെ പറ്റിയും വാൽ നക്ഷത്രങ്ങളെ പറ്റിയും ഒക്കെ നമ്മൾ ധാരാളം കേൾക്കാറുണ്ട്. നവമാധ്യമങ്ങളുടെ, അതായത് സോഷ്യൽ മീഡിയയുടെ ഒക്കെ ഈ ഉപയോഗം വന്നതോടുകൂടി ഇതിനെപ്പറ്റിയുള്ള വിവരങ്ങൾ ഇങ്ങനെ ഷെയർ ചെയ്ത് സാധാരണക്കാരുടെ ഇടയിൽ കൂടുതലായിട്ട് പങ്കുവയ്ക്കപ്പെടാറുണ്ട്. അതുകൊണ്ടാണ് നമ്മളിപ്പോൾ കൂടുതലായിട്ട് ചിലപ്പോൾ ഈ ലൂണാർ എക്ലിപ്സ് വന്നാൽ, സോളാർ എക്ലിപ്സ് വന്നാലൊക്കെ പലരും അറിയുന്നത് അതുകൊണ്ടാണ്. അതുപോലെ തന്നെ പുതുതലമുറ കൂടുതൽ പ്രപഞ്ച രഹസ്യങ്ങൾ അറിയാൻ ആഗ്രഹിക്കുന്ന ഒരു സമയമാണ്, അതിനെപ്പറ്റി പഠിക്കുന്ന സമയമാണ്, ചർച്ച ചെയ്യുന്ന സമയമാണ്. അങ്ങനെയുള്ള ഒരു കാലം കൂടിയാണ് ഇപ്പോൾ. ഈയിടെ മാധ്യമങ്ങളിൽ നിറഞ്ഞു നിന്ന ഒരു പ്രതിഭാസമായിരുന്നു ഇന്റർസ്റ്റെല്ലാർ കോമറ്റ് 3i അറ്റ്ലസ്. നമുക്ക് എന്താണ് ഈ 3i അറ്റ്ലസ് എന്ന് നോക്കാം. എവിടെ നിന്നാണ് ഇത് വരുന്നത് നോക്കാം. ഞാൻ പറഞ്ഞു, സാധാരണ കോമറ്റുകളിൽ നിന്നും അല്ലെങ്കിൽ ധൂമകേതുക്കളിൽ നിന്നും ഇതിനുള്ള വ്യത്യാസം എന്താണെന്ന് നോക്കാം. എന്തുകൊണ്ടാണ് ഇത് ശാസ്ത്രലോകത്ത് വളരെയധികം മറ്റ് കോമറ്റുകളെക്കാൾ ചർച്ചയ്ക്ക് കാരണമായത് എന്ന് നോക്കാം. അതുപോലെ തന്നെ ഇത് ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ സാധാരണ ധൂമകേതുക്കൾ എന്താണെന്ന് അറിയണം. എന്നാലല്ലേ നമുക്ക് അടുത്ത സെറ്റായിട്ടുള്ള ഇന്റർസ്റ്റെല്ലാർ കോമറ്റുകളിലേക്ക് കടക്കാൻ പറ്റൂ. നമ്മുടെ സൗരയൂഥത്തിന് 4.6 ബില്യൺ വർഷങ്ങൾ പഴക്കമുണ്ട്. ഈ 4.6 ബില്യൺ വർഷങ്ങൾ എന്ന് പറയുമ്പോൾ ഒരു ബില്യൺ എന്ന് പറയുന്നത് 100 കോടിയാണ്. അപ്പൊ 4.6 × 100
460 കോടി വർഷങ്ങൾ. അപ്പൊ നമ്മളിവിടെ പറഞ്ഞു വന്നത് നമ്മുടെ സൗരയൂഥത്തിന് 4.6 ബില്യൺ വർഷങ്ങളുടെ പഴക്കമുണ്ടെന്നാണ്. 460 കോടി വർഷങ്ങൾക്ക് മുമ്പാണ് ഈ സൗരയൂഥം, സൂര്യനും ഇവിടുത്തെ ഗ്രഹങ്ങളും അതുപോലെ തന്നെ ഗ്രഹങ്ങളിലും വേറെ സാധനങ്ങൾ പലതും സൗരയൂഥത്തിലുണ്ട്, ഇതെല്ലാം കൂടി ഉണ്ടായി വന്നത്. ഇനി ഈ സൂര്യനും ഗ്രഹങ്ങളും ഒക്കെ ഉണ്ടായി കഴിഞ്ഞു കഴിയുമ്പോൾ അതിൽ കുറെ ഭാഗങ്ങൾ ബാക്കി വരും. അത് ഞാനൊരു ചെറിയൊരു ഉപമ പറയാം. നമ്മള് കിച്ചണിൽ കറി വെച്ച് കഴിയുമ്പോൾ, പച്ചക്കറിയൊക്കെ അരിഞ്ഞു കഴിയുമ്പോൾ കുറച്ച് പൊടിയും തുണ്ടും അതും ഇതൊക്കെ അവിടെ ചെതറി കിടക്കും, ബാക്കി വരും. അത്രേ ഉള്ളൂ കാര്യം. സൂര്യനും ഗ്രഹങ്ങളും ഒക്കെ ഉണ്ടായി കഴിഞ്ഞപ്പോൾ കുറെ പാറകളും കുറെ കഷ്ണങ്ങളും അല്ലെങ്കിൽ ലോഹങ്ങൾ ഉണ്ടായിരിക്കാം, അതുപോലെ തന്നെ വാതകങ്ങൾ, ഇങ്ങനെ പല സാധനങ്ങൾ ധാരാളമായിട്ട് ബാക്കി വന്നു. ഇങ്ങനെ ബാക്കി വന്നതെല്ലാം ഇപ്പോഴും സൗരയൂഥത്തിൽ തന്നെയുണ്ട്. അത് ആക്ച്വലി 3 വലയങ്ങളായിട്ട് ഇപ്പോഴും സൗരയൂഥത്തിന്റെ പല ഭാഗങ്ങളിൽ കിടക്കുന്നുണ്ട്. അതിൽ ഒന്നാമത്തെ വലയം നമ്മൾ കണക്കാക്കുന്നില്ല, ഞാൻ അതിനെപ്പറ്റി പറയാം. 2ഉം 3ഉം വലയങ്ങളാണ് നമുക്കിവിടെ ഇമ്പോർട്ടന്റ്. കോമറ്റുകളെ പറ്റി സംസാരിക്കുമെങ്കിൽ അതാണ് നമുക്ക് ആവശ്യം. പക്ഷെ ഇവിടെ ഞാൻ വേറൊരു കാര്യം കൂടി പറഞ്ഞോട്ടെ. ചോദ്യങ്ങൾ പലർക്കും വരാം. ഞാൻ നേരത്തെ പറഞ്ഞു സൂര്യനും ഗ്രഹങ്ങളും ഉണ്ടായിക്കഴിഞ്ഞു. അത് ഉണ്ടായതാണോ, ചിലർ ചോദിക്കും അത് ഉണ്ടാക്കിയതല്ലേ എന്നൊക്കെ. ഉണ്ടാക്കി എന്നതിന് നമുക്ക് തെളിവില്ല, ഉണ്ടായി എന്നതിന് നമുക്ക് തെളിവുകളുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ശാസ്ത്രീയമായ ചിന്താഗതിയാണ്, ലോജിക്കായിട്ടുള്ള ചിന്താഗതിയാണ്, ചോദ്യങ്ങൾ ചോദിക്കുന്ന ഒരു ചിന്താഗതിയാണ് നമ്മളിവിടെ പുലർത്തുന്നത്. അതുകൊണ്ട് അത് ഉണ്ടായിക്കഴിഞ്ഞ്, ഉണ്ടാക്കിയതല്ല. ഉണ്ടാക്കി എന്ന് പറയുന്നതൊക്കെ വെറും ബാലരമയിലെ കഥകൾ മാത്രമാണ്. അതായത് പണ്ട് എഴുതി വെച്ച പുസ്തകങ്ങളിലെ കഥകൾ മാത്രം. അപ്പോ ഇതൊക്കെ ഉണ്ടായിക്കഴിഞ്ഞ് ബാക്കി വന്ന ഈ പൊടിപടലങ്ങളും പാറകളും ലോഹങ്ങളും പല വലയങ്ങളായിട്ട് ഈ സൗരയൂഥത്തിനകത്ത് തന്നെ സൂര്യനെ ചുറ്റുന്നുണ്ട്. അത് എന്തുകൊണ്ട് ഇങ്ങനെ പ്രത്യേകിച്ച് വലയങ്ങളായി, ഇതിന്റെ ചിത്രം നിങ്ങൾക്കിപ്പോ കാണാം. എന്തുകൊണ്ട് ഇതെല്ലാം കൂടി ഇങ്ങനെ ഒരുമിച്ച് ഒരു വലയമായി രൂപാന്തരപ്പെട്ടു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, സൂര്യനിൽ നിന്നുള്ള സൗരക്കാറ്റിന്റെ അല്ലെങ്കിൽ സോളാർ വിൻഡിന്റെ പുഷ്, അതുപോലെ തന്നെ റേഡിയേഷന്റെ പുഷ്, ഇങ്ങനെ പല കാരണങ്ങൾ കൊണ്ടാണ് ഇതിങ്ങനെ ഒരു ഭാഗത്ത് കേന്ദ്രീകരിക്കപ്പെടുന്നത്. പിന്നെ ആ ഒബ്ജക്റ്റിനുള്ള മാസ്, അങ്ങനെ പല കാരണങ്ങളുണ്ട്. അതിന്റെ ആകർഷണ ശക്തി, സൂര്യന്റെ ആകർഷണ ശക്തി, മറ്റു ഗ്രഹങ്ങളുടെ ആകർഷണ ശക്തി, മറ്റു ഗ്രഹങ്ങൾ ഫോം ചെയ്തതിന്റെ പ്രത്യേകതകൾ, ഇതൊക്കെ നോക്കിയിട്ടാണ് ഇത് ഓട്ടോമാറ്റിക് ആയിട്ട് ഇങ്ങനെ മൂവ് ചെയ്തിരിക്കുന്നത്. ഇനി നിങ്ങളുടെ അറിവിലേക്ക് വേണ്ടി ഒരു കാര്യം കൂടി പറയാം. ഇപ്പോ സൂര്യന് 8 ഗ്രഹങ്ങളാണുള്ളത്. അതിൽ ആദ്യത്തെ 4 ഗ്രഹങ്ങൾ റോക്കി പ്ലാനറ്റ്സ് ആണ്. അതായത് അതിൻ്റെ അകത്ത് പാറകളും പൊടികളും മണ്ണും അങ്ങനെയുള്ള സാധനങ്ങളൊക്കെയാണ്. അതുകൊണ്ടാണ് നമ്മൾ അതിന് റോക്കി പ്ലാനറ്റ്സ് എന്ന് പറയുന്നത്. ഈ 4 കഴിഞ്ഞിട്ടുള്ള 4, അതായത് മെർക്കുറി, വീനസ്, എർത്ത് ആൻഡ് മാർസ്, അതാണ് ആദ്യത്തെ 4. ഇത് 4 റോക്കി പ്ലാനറ്റ്സ്. അത് കഴിഞ്ഞിട്ടുള്ള 4 പ്ലാനറ്റ്സ്, അതായത് സാറ്റേൺ, ജൂപ്പിറ്റർ, യുറാനസ്, നെപ്റ്റ്യൂൺ, ഈ 4 ഇത് 4ഉം വാതക ഭീമന്മാരാണ്. അപ്പൊ ചോദിക്കുക, എന്തുകൊണ്ടാണ് ആദ്യത്തെ 4 റോക്കി പ്ലാനറ്റ്സ് ആയത്, പിന്നത്തെ 4 എന്തുകൊണ്ട് അത് വാതക ഭീമന്മാരായി, അതിൽ എന്തുകൊണ്ട് റോക്സ് ഉണ്ടായില്ല? അതിനൊക്കെ അതിൻ്റെതായ കാരണങ്ങളുണ്ട്. ആ കാരണങ്ങളൊന്നും ഞാൻ ഇവിടെ വിശദീകരിക്കുന്നില്ല. പക്ഷെ നമുക്ക് പിന്നീട് എപ്പോഴെങ്കിലും അതിന്റെ അവസരം കിട്ടിക്കഴിഞ്ഞാൽ വി വിൽ ഡു ഓൾ ദോസ്. അപ്പൊ അതുപോലെയുള്ള കാരണമാണ് ഇന്ന് ഈ വലയങ്ങളായിട്ട് അന്ന് സൂര്യനും ഗ്രഹങ്ങളും ഉണ്ടായിക്കഴിഞ്ഞതിന് ശേഷം ബാക്കി വന്ന പൊടിപടലങ്ങളും പാറകളും മെറ്റലുകളും അതും ഇതൊക്കെ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഒരുമിച്ച് കൂടാനും സൂര്യന് ചുറ്റും വലയം ചെയ്യാനുള്ള കാരണം ഇതേ കാരണങ്ങൾ കൊണ്ട് തന്നെയാണ്. ഇനി ഇതില് ഈ വലയങ്ങളിൽ ആദ്യത്തെ വലയം ചൊവ്വയുടെയും വ്യാഴത്തിന്റെയും ഇടയിലുള്ള ആസ്ട്രോയിഡ് ബെൽറ്റ് ആണ്. ഞാൻ നേരത്തെ പറഞ്ഞു ആദ്യത്തെ 4 പ്ലാനറ്റ്സ് റോക്കി പ്ലാനറ്റ്സ് ആണ്. അത് നമ്മൾ ഇന്നർ പ്ലാനറ്റ്സ് വിളിക്കും. അത് കഴിഞ്ഞുള്ള ഔട്ടർ 4 പ്ലാനറ്റ്സ് ഗ്യാസ് ജയൻസ് ആണ്, വാതക ഭീമന്മാരാണ്. ഇവരുടെ ഇടയിലാണ് ഈ ആസ്ട്രോയിഡ് ബെൽറ്റ് സ്ഥിതി ചെയ്യുന്നത്. അതിനും അതിൻ്റെതായ കാരണമുണ്ട്. അതായത് മാർസിന്റെയും ജൂപ്പിറ്ററിന്റെയും ചൊവ്വയുടെയും വ്യാഴത്തിന്റെയും ഭ്രമണപഥത്തിന് ഇടയിലാണ് ഈ ആസ്ട്രോയിഡ് ബെൽറ്റ് കാണുന്നത്. അതാണ് ഒന്നാമത്തെ വലയം. നമുക്ക് അതിനെ വിടാം, കാരണം ആസ്ട്രോയിഡ് ബെൽറ്റ് നമുക്ക് ഈ വീഡിയോയിൽ ആവശ്യമില്ല. നമുക്ക് അതിനെ വിട്ടിട്ട് നമുക്ക് മറ്റ് 2 വലയങ്ങളിലോട്ട് പോകാം. അപ്പോൾ നമ്മൾ ഈ അടുത്ത 2 വലയങ്ങളെ മാത്രമേ നമ്മൾ കൺസിഡർ ചെയ്യുന്നുള്ളൂ. അതുകൊണ്ട് ഞാൻ അതിനെ ഒന്നാമത്തെ 2ാമത്തെ എന്ന് വിളിക്കുകയാണ്. ആസ്ട്രോയിഡ് ബെൽറ്റിനെ മാറ്റി നിർത്തുന്നു. അതില് ഇപ്പോൾ നിങ്ങൾ ഈ കാണുന്നതാണ്, അതിൽ ഞാൻ ആദ്യം പറഞ്ഞ 3 2ാമത്തത്, അല്ലെങ്കിൽ 2ാമത് പറഞ്ഞതിൽ ആദ്യത്തേത്. ഈ വലയങ്ങളിലൊക്കെ ബില്യൺ കണക്കിന് ഐസ് കഷ്ണങ്ങളും പാറക്കഷ്ണങ്ങളും പൊടിപടലങ്ങളും ഒക്കെയാണുള്ളത്. ഇവയൊക്കെ ഗ്രഹങ്ങളെ പോലെ തന്നെ സൂര്യനെയാണ് ചുറ്റിക്കൊണ്ടിരിക്കുന്നത്. ഇതിൽ ആദ്യത്തെ വലയത്തിനെ വിളിക്കുന്ന പേരാണ് കൈപ്പർ ബെൽറ്റ്.
അതായത് സൂര്യന്റെ 8 ഗ്രഹങ്ങൾക്കും പുറത്ത് ആദ്യത്തെ 4 റോക്കി പ്ലാനറ്റ്സ്, പിന്നെയുള്ള 4 ഗ്യാസ് ജയൻസ്, ഈ 8 പ്ലാനറ്റ്സിനും അപ്പുറത്ത്, അതായത് നെപ്റ്റ്യൂണിന് ശേഷം ആണ് സൗരയൂഥത്തിൽ ഇതിന്റെ സ്ഥാനം. ഇതിനൊരു ഡോണറ്റിന്റെ ആകൃതിയാണ്, അല്ലെങ്കിൽ നമ്മുടെ ഒരു CD ഡിസ്ക് എന്നൊക്കെ വേണമെങ്കിൽ പറയാം. അങ്ങനത്തെ ഒരു ആകൃതിയാണ്. പണ്ട് ഗ്രഹമായി കരുതിയിരുന്ന പ്ലൂട്ടോ ഈ കൈപ്പർ ബെൽറ്റിൽ ഉള്ള ഒരു ഒബ്ജക്റ്റ് ആണ്. പ്ലൂട്ടോ മാത്രമല്ല, വളരെയധികം ഡ്വാർഫ് പ്ലാനറ്റ്സ്, അതായത് കുള്ളൻ ഗ്രഹങ്ങൾ ഈ ബെൽറ്റിലുണ്ട്. അപ്പൊ ഇതിൽ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ഈ ബെൽറ്റിൽ ബില്യൺ കണക്കിന് പാറകളും അതുപോലെ വളരെയധികം ഡ്വാർഫ് പ്ലാനറ്റുകളും പൊടികളും ഐസും അങ്ങനെ വളരെയധികം സാധനങ്ങൾ ഇങ്ങനെ കടന്ന് കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഭാഗം സൂര്യനിൽ നിന്ന് 30 മുതൽ 100 വരെ AU ആസ്ട്രോണോമിക്കൽ യൂണിറ്റ് അകലെയാണ്. ഇത് ഞാൻ ചെറുതായിട്ട് വിശദീകരിക്കാം. സൂര്യനിൽ നിന്ന് 30 മുതൽ 100 AU ആസ്ട്രോണോമിക്കൽ യൂണിറ്റ് അകലെ എന്ന് വെച്ചാൽ, ഒരു AU എന്ന് വെച്ചാൽ ഇതാണ് സൂര്യൻ, ഇതാണ് നമ്മുടെ ഭൂമി. സൂര്യനിൽ നിന്ന് ഭൂമിയിലേക്കുള്ള ദൂരത്തെയാണ് 1 AU എന്ന് വിളിക്കുന്നത്. അപ്പൊ ഇതിന്റെ ഇരട്ടി ദൂരം എടുത്തു കഴിഞ്ഞാൽ 2 AU എന്ന് പറയും. സൂര്യനിൽ നിന്ന് ഭൂമിയിലേക്കുള്ള ദൂരത്തിന്റെ ഇരട്ടി, അതാണ് 2 AU. അപ്പൊ ഈ കൈപ്പർ ബെൽറ്റ് എന്ന് പറയുന്നത് 30 മുതൽ 100 AU വരെയുള്ള ഒരു ഭാഗത്ത് പരന്നു കിടക്കുന്ന അത്രയും വലിയ ഒരു പ്രദേശമാണ്. ഇപ്പൊ ഈ കുറഞ്ഞ സമയം കൊണ്ട് സൂര്യനെ ചുറ്റി പോകുന്ന പല ധൂമകേതുക്കളുമുണ്ട്. അതായത് കുറഞ്ഞത് എന്ന് ഞാൻ പറയുന്നത് ഒരു 200 വർഷങ്ങൾക്ക് താഴെ കൊണ്ട് ഇവിടെ നിന്ന് വന്ന് സൂര്യനെ ചുറ്റി പോകുന്ന ധൂമകേതുക്കൾ, വാൽനക്ഷത്രങ്ങളൊക്കെ ആയിട്ട് മാറുന്ന അത് ഈ ഭാഗത്ത് നിന്നാണ് വരുന്നത്. നമ്മൾ പലപ്പോഴും പത്രങ്ങളിലും അല്ലെങ്കിൽ മീഡിയയിലൊക്കെ കാണുന്ന പല ധൂമകേതുക്കളും അല്ലെങ്കിൽ പല വാൽനക്ഷത്രങ്ങളും വരുന്നത് ഈ ഭാഗത്ത് നിന്നാണ്, കൈപ്പർ ബെൽറ്റിൽ നിന്നാണ്. ഇനി രണ്ടാമത്തെ വലയമാണ് ഓർട്ട് ക്ലൗഡ്. ഓർട്ട് ക്ലൗഡിന് ഒരു ഡോണറ്റിന്റെ ഷേപ്പ് അല്ല. നേരത്തെ പറഞ്ഞു നമ്മുടെ കൈപ്പർ ബെൽറ്റിന് ഒരു ഡോണറ്റിന്റെ അല്ലെങ്കിൽ ഒരു CD ഡിസ്കിന്റെ ഷേപ്പാണ്. എന്നാൽ ഓർട്ട് ക്ലൗഡ് ഒരു പന്തിന്റെ ഷേപ്പിലാണ്, അതായത് ഒരു ഉണ്ട പോലെ. അത് നമ്മുടെ സൗരയൂഥത്തിന് പൊതിഞ്ഞു നിൽക്കുന്ന ഒരു വലയമാണ്. നമ്മുടെ നേരത്തെ ഈ ബെൽറ്റിൽ കിടന്ന പാറകളും കഷ്ണങ്ങളും ഐസും പൊടികളും ഒക്കെ ഒരു പന്തിന്റെ രൂപത്തിലേക്ക് മാറി നമ്മുടെ മൊത്തം സോളാർ സിസ്റ്റത്തിനെ പൊതിഞ്ഞു നിൽക്കുകയാണെന്ന് വിചാരിക്കുക. അതാണ് ഓർട്ട് ക്ലൗഡ്. പക്ഷെ അത് കുറെ കൂടി അകലെയാണ്. സൂര്യന്റെ ഔട്ടർ പ്ലാനറ്റ്സ് ആയിട്ടുള്ള, അതായത് ഏറ്റവും പുറമേയുള്ള 4 ഗ്രഹങ്ങൾ, ഗ്യാസ് ജയൻസ്, ശനി, വ്യാഴം, യുറാനസ്, നെപ്റ്റ്യൂൺ, അതായത് സാറ്റേൺ, ജൂപ്പിറ്റർ, യുറാനസ്, നെപ്റ്റ്യൂൺ, ഈ 4 ഗ്രഹങ്ങളുടെ രൂപീകരണത്തിന് ശേഷം വന്ന പൊടിപടലങ്ങളും ഐസും പാറക്കഷ്ണങ്ങളും ഒക്കെയാണ് ഇതിലുള്ളതെന്നാണ് കണക്കാക്കിയിരിക്കുന്നത്. ഈ ഓർട്ട് ക്ലൗഡ് സൂര്യനിൽ നിന്ന് 1000 മുതൽ 2000 വരെ AU എത്തുന്ന സ്ഥലത്ത് നിന്നാണ് ആരംഭിക്കുന്നത്. അപ്പോൾ നോക്കണം, നമ്മൾ ആദ്യം പറഞ്ഞത് നമ്മുടെ കൈപ്പർ ബെൽറ്റ് 30 മുതൽ 100 AU ഉള്ള ഒരു ഭാഗത്താണ് കേന്ദ്രീകരിച്ചിരിക്കുന്നത്. ഒരു AU എന്താണെന്ന് ഞാൻ നേരത്തെ പറഞ്ഞു, സൂര്യനിൽ നിന്ന് ഭൂമിയിലേക്കുള്ള അകലം. അതുപോലെയുള്ള 30 മുതൽ 100 വരെയുള്ള ഒരു ഏരിയ, അത്രയും അകലത്തിൽ കിടക്കുന്ന ഒന്നാണ് ഈ നേരത്തെ പറഞ്ഞ കൈപ്പർ ബെൽറ്റ്. പക്ഷേ ഓർട്ട് ക്ലൗഡ് അതിന്റെ 10 മുതൽ 20 വരെ ഇരട്ടി അകലത്തിലാണ് ആരംഭിക്കുന്നത്. അത് ആരംഭമാണ്, അത് അവിടെ കിടക്കുന്നല്ല. അതായത് ഈ ഓർട്ട് ക്ലൗഡിലെ ആദ്യത്തെ ഒബ്ജക്റ്റിൽ എത്തണമെങ്കിൽ 1000 മുതൽ 2000 വരെ AU സഞ്ചരിച്ചിട്ട് വേണം ചെല്ലാൻ. അത്രയും ആസ്ട്രോണോമിക്കൽ യൂണിറ്റ് കഴിഞ്ഞിട്ടാണ് ഈ ഓർട്ട് ക്ലൗഡിലെ ഒബ്ജക്റ്റുകൾ ആരംഭിക്കുന്നത്. 1000 മുതൽ 2000 വരെ AU തുടങ്ങുന്ന ഈ ഓർട്ട് ക്ലൗഡ് ഏതാണ്ട് 1,00,000 AU വരെ ഇത് പരന്നു കിടക്കുന്നു എന്നാണ് ശാസ്ത്രം കരുതുന്നത്. ഇതൊക്കെ നമുക്ക് സങ്കല്പിക്കാൻ കഴിയുന്ന ദൂരത്തിൽ നിന്ന് വളരെ വലുതാണ്. ആ വലയത്തിന്റെ പുറംഭാഗം മനസ്സിലാക്കണമെങ്കിൽ നമുക്കൊരു ചെറിയൊരു എക്സാമ്പിൾ വേണേൽ പറയാം. നമ്മുടെ ഏറ്റവും അടുത്തുള്ള സൂര്യനെ ഒഴിച്ചു നിർത്തിയാലുള്ള നക്ഷത്രം, നമ്മുടെ ഏറ്റവും അടുത്ത നക്ഷത്രം സൂര്യനാണ്. സൂര്യനെ ഒഴിച്ചു നിർത്തിയാൽ പിന്നീട് ഏറ്റവും അടുത്തുള്ള നക്ഷത്രം ആൽഫ സെന്റോറിയാണ്. അപ്പൊ ഈ ആൽഫ സെന്റോറിയയ്ക്കുള്ള ദൂരത്തിന്റെ പകുതി അവിടെ വരെയാണ് ഈ ഓർട്ട് ക്ലൗഡ് കിടക്കുന്നത്. ഇനി ഇതിന്റെ വലിപ്പം മനസ്സിലാക്കാൻ വേറൊരു ചെറിയ ഉദാഹരണം കൂടി നമുക്ക് നോക്കാം. 1977 നാസ 2 പേടകങ്ങൾ വിക്ഷേപിച്ചിരുന്നു, വോയേജർ 1 ആൻഡ് വോയേജർ 2. ആ വോയേജർ 1 ഈ ഓർട്ട് ക്ലൗഡിന്റെ തുടക്കത്തിൽ എത്തണമെങ്കിൽ 300 വർഷങ്ങളെടുക്കും. അതിപ്പോഴും പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ വോയേജർ 1 ഇപ്പോൾ പറഞ്ഞ ഓർട്ട് ക്ലൗഡിന്റെ അടുത്ത് ആദ്യത്തെ അതിന്റെ തുടക്കത്തിൽ എത്തണമെങ്കിൽ 300 വർഷങ്ങളെടുക്കും. അപ്പോൾ അവിടെ നിന്ന് പിന്നീട് ഓർട്ട് ക്ലൗഡ് പുറത്തേക്ക് പരന്നു കിടക്കുകയാണ്. അപ്പോൾ ഈ വോയേജർ 1 300 വർഷങ്ങളെടുത്ത്
ഓട്ട് ക്ലൗഡിന്റെ അടുത്ത് എത്തിക്കഴിഞ്ഞാൽ ഇത് കടന്നു പോകണമെങ്കിൽ 30,000 വർഷങ്ങൾ എടുക്കും. അപ്പൊ അത്രയും വലിപ്പമുള്ള ഒരു ഏരിയയിലാണ് ഈ ഓട്ട് ക്ലൗഡ് കിടക്കുന്നതെന്ന് അർത്ഥം. അപ്പം നമുക്ക് പരിചയമുള്ള മിക്കവാറും എല്ലാ വാൽനക്ഷത്രങ്ങളും ധൂമകേതുക്കളും അതായത് കോമറ്റുകൾ ഇതൊക്കെ വരുന്നത് സൗരയൂഥത്തിന്റെ ഭാഗമായ കൈപ്പർ ബെൽറ്റിൽ നിന്നോ അല്ലെങ്കിൽ ഈ ഓട്ട് ക്ലൗഡിൽ നിന്നോ ആണ്. പക്ഷേ ഈ വീഡിയോയിൽ നമ്മൾ അഡ്രസ് ചെയ്യാൻ പോകുന്ന 3I അറ്റ്ലസ് അത് ഇവിടെ നിന്നല്ല വരുന്നത്. അതിന്റെ കഥ ഇതിൽ നിന്നൊക്കെ വ്യത്യസ്തമാണ്. നമുക്ക് ആ കഥയിലേക്ക് കിടക്കാം. സൂര്യൻ എന്നത് മിൽക്കി വേയിലെ അതായത് ക്ഷീരപഥത്തിലെ ഒരു ഇടത്തരം നക്ഷത്രമാണ്, ഒരു മീഡിയം സ്റ്റാർ ആണ്. സൂര്യനേക്കാൾ വലിയ ഭീമാകാരന്മാരായ നക്ഷത്രങ്ങൾ ഈ മിൽക്കി വേയിലുണ്ട്. മിൽക്കി വേയിൽ 100 ബില്യൺ തൊട്ട് 400 ബില്യൺ വരെ, അതായത് 10,000 കോടി മുതൽ 40,000 കോടി വരെ നക്ഷത്രങ്ങൾ ഉണ്ടെന്നാണ് കണക്കാക്കിയിരിക്കുന്നത്. ഇതിൽ പല നക്ഷത്രങ്ങൾക്ക് ചുറ്റും ഗ്രഹങ്ങൾ ഉണ്ടാകാം. ആ ഗ്രഹങ്ങൾ രൂപം കൊണ്ടതിന് ശേഷം ബാക്കി വന്ന പാറകൾ ഉണ്ടാകാം, പൊടിപടലങ്ങൾ ഉണ്ടാകാം, ഐസ് ഉണ്ടാകാം, ലോഹകഷ്ണങ്ങൾ ഉണ്ടാകാം. ഇതൊക്കെ ഇങ്ങനെ നമ്മുടെ സൗരയൂഥത്തിൽ എങ്ങനെയൊക്കെ ഉണ്ടായോ അതുപോലെ തന്നെ അവിടെയും ഉണ്ടാകാം. അപ്പൊ അവിടെ ഉണ്ടായ ഈ പാറകളും പൊടികടലങ്ങളും ഐസും ഒന്നും സൂര്യന്റെ ഭാഗമല്ല, അല്ലെങ്കിൽ സൂര്യൻ ഉൾക്കൊള്ളുന്ന സൗരയൂഥത്തിന്റെ സോളാർ സിസ്റ്റത്തിന്റെ ഭാഗമല്ല. അതുള്ളത് മറ്റ് നക്ഷത്രങ്ങളുടെ ഭാഗമായിട്ടുള്ള ഒരു എൻവയോൺമെന്റിലാണ്. ഇവയെ നമുക്ക് ഇന്റർസ്റ്റെല്ലാർ ധൂമകേതുക്കൾ എന്ന് വിളിക്കാം. അതായത് സൂര്യൻ ഒരു സ്റ്റാർ ആണ്, അപ്പൊ സൂര്യന്റെ ഭാഗത്തുള്ളതല്ല, മറ്റൊരു സ്റ്റാറിന്റെ മറ്റൊരു നക്ഷത്രത്തിന്റെ ഭാഗമായിട്ടുള്ളതാണ്. അപ്പൊ നക്ഷത്രവും തമ്മിലുള്ളത്. അതുകൊണ്ടാണ് ഞാൻ തുടക്കത്തിൽ ഇന്റർസ്റ്റെല്ലാർ എന്ന വേർഡ് ഉപയോഗിച്ചത്. അപ്പൊ ആ ഇന്റർസ്റ്റെല്ലാർ ധൂമകേതുക്കൾ അവിടെയുണ്ട്. അപ്പൊ അവിടെയുള്ള ഈ പാറകളിൽ അല്ലെങ്കിൽ വലിയ വലിയ കഷ്ണങ്ങളിൽ പലതും അവിടെയുള്ള നക്ഷത്രത്തിന്റെയും അല്ലെങ്കിൽ അവിടെയുള്ള ഗ്രഹങ്ങളുടെയും ഗുരുത്വാകർഷണ ശക്തിയാൽ മാതൃനക്ഷത്രത്തിൽ നിന്ന് പുറത്തേക്ക് തെറിച്ചു പോകാൻ സാധ്യതയുണ്ട്. അങ്ങനെയാണ് നമുക്ക് പലപ്പോഴും ഈ ധൂമകേതുക്കളും അല്ലെങ്കിൽ വാൽനക്ഷത്രങ്ങളൊക്കെ ഉണ്ടാകുന്നത്. അപ്പൊ ഇതൊക്കെ അവിടെയും സംഭവിക്കും. അത് അകത്തേക്ക് വരാം അല്ലെങ്കിൽ പുറത്തേക്ക് പോകാം. അങ്ങനെ പുറത്തേക്ക് പോകുകയാണെങ്കിൽ, അതായത് അവിടെയുള്ള ഒരു നക്ഷത്രത്തിന്റെയും ഗ്രഹങ്ങളുടെയും ഇടയിൽ കിടക്കുന്ന ഒരു ധൂമകേതു അതിന് പുറത്തേക്ക് തെറിച്ചു പോകുന്നു എന്ന് വിചാരിക്കുക. ഈ തെറിച്ചു പോകുന്നത് ആ നക്ഷത്രത്തിന്റെയും ഗ്രഹങ്ങളുടെയും പരിസരത്ത് നിന്ന് പുറത്തേക്കെത്തി ഇന്റർസ്റ്റെല്ലാർ സ്പേസിലൂടെ കടന്ന് പല നക്ഷത്രങ്ങളെയും കടന്ന് വരുന്ന വഴിയിൽ ചിലപ്പോൾ സൗരയൂഥത്തിന്റെ അകത്തേക്ക് ഓട്ട് ക്ലൗഡിലൂടെ കടന്നു വന്നാൽ സൂര്യൻ അതിനെ പിടിച്ചെടുക്കും. സൂര്യന്റെ ആകർഷണ ശക്തിയിൽപ്പെട്ട് അതിഭീകരമായ ഒരു വേഗത്തോടു കൂടി അത് സൂര്യനിലേക്ക് വിക്ഷേപിക്കപ്പെടും. ഇതിനെയാണ് നമ്മൾ ഇന്റർസ്റ്റെല്ലാർ കോമറ്റ് എന്ന് വിളിക്കുന്നത്. സൂര്യനിലേക്ക് വിക്ഷേപിക്കപ്പെടും എന്നൊക്കെ ഞാൻ ആ വേർഡ് സ്പെസിഫിക് ആയിട്ട് ഉപയോഗിക്കുകയാണ്. സൂര്യനിലേക്ക് വീഴുകയല്ല, സൂര്യൻ വലിച്ചെടുത്ത് തിന്നുകയല്ല, അത്രയും വേഗതയോടെ സൂര്യന്റെ ഭാഗത്തേക്ക് അതിന്റെ ആകർഷണ ശക്തിയിലേക്ക് അതിങ്ങനെ വിക്ഷേപിച്ച് തെറിച്ചു വരികയാണ്. അങ്ങനെ തെറിച്ചു വരുന്നത് അതിന്റെ സ്പീഡോട് കൂടി തന്നെ അത് പുറത്തേക്ക് പോവുകയും ചെയ്യും. അപ്പൊ നമ്മൾ പറഞ്ഞു നിർത്തിയത് മറ്റൊരു സ്റ്റാറിന്റെ സിസ്റ്റത്തിലുള്ള ഒരു വലിയ പാറക്കഷ്ണം അല്ലെങ്കിൽ വലിയൊരു ഭാഗം അവിടെ നിന്ന് തെറിച്ച് മറ്റ് സ്റ്റാറുകളെയും കടന്ന് നമ്മുടെ സൗരയൂഥത്തിന്റെ പുറത്തുള്ള ഓട്ട് ക്ലൗഡിലൂടെ അകത്തേക്ക് കടന്ന് അകത്ത് വന്നു കഴിയുമ്പോൾ സൂര്യന്റെ ആകർഷണ ശക്തിയാൽ സൂര്യന്റെ അടുത്തേക്ക് തെറിച്ചു വീഴുന്ന ഒരു കഷ്ണത്തെ പറ്റിയാണ് നമ്മൾ തുടക്കത്തിൽ പറഞ്ഞ 3I അറ്റ്ലസ്. ഈ കോമറ്റ് ഇത്തരത്തിൽപ്പെട്ട ഒരു ഇന്റർസ്റ്റെല്ലാർ ധൂമകേതു ആണെന്നതാണ് ശാസ്ത്രലോകം ഈ കോമറ്റിന് ഇത്രയധികം പ്രാധാന്യം കൊടുക്കാനുള്ള കാരണം. ഇനി എന്തുകൊണ്ടാണ് ഈ ഇന്റർസ്റ്റെല്ലാർ കോമറ്റിന് 3I അറ്റ്ലസ് എന്നൊരു പേര് വരാൻ കാരണം? അതിനൊരു റീസൺ വേണമല്ലോ. നമ്മളിങ്ങനെ അറിവുകൾ രേഖപ്പെടുത്താൻ തുടങ്ങിയതിന് ശേഷം വേറെ ഏതോ നക്ഷത്രത്തിന്റെ പരിസരത്ത് ജനിച്ച് നമ്മുടെ സോളാർ സിസ്റ്റത്തിന്റെ അകത്തേക്ക് വരുന്ന മൂന്നാമത്തെ കോമറ്റ് ആണിത്. അതുകൊണ്ടാണ് ആ 3 എന്ന് വിളിക്കുന്നത്. 3I സ്റ്റാൻഡ്സ് ഫോർ ഇന്റർസ്റ്റെല്ലാർ. അപ്പൊ മൂന്നാമത്തെ ഇന്റർസ്റ്റെല്ലാർ കോമറ്റ്. 3I സ്റ്റാൻഡ്സ് ഫോർ തേർഡ് ഇന്റർസ്റ്റെല്ലാർ. അതുകൊണ്ടാണ് ഇതിന്റെ പേരിന്റെ തുടക്കത്തിൽ 3I എന്ന് വന്നിരിക്കുന്നത്. ഇനി ഒരു സ്ലാഷ് ഇട്ടിട്ട് അറ്റ്ലസ് എന്ന് എഴുതിയിട്ടുണ്ട്. അറ്റ്ലസ് സ്റ്റാൻഡ്സ് ഫോർ ആസ്ട്രോയിഡ് ടെറസ്ട്രിയൽ ഇമ്പാക്ട് ലാസ്റ്റ് അലർട്ട് സിസ്റ്റം. ഈ കോമറ്റിനെ കണ്ടുപിടിച്ച ടെലസ്കോപ്പ് സിസ്റ്റത്തിന്റെ പേരാണത്. അമേരിക്കയിൽ നിങ്ങൾക്കറിയാം ബഹിരാകാശ ഏജൻസി ഉണ്ട്, അതിന്റെ പേര് നാസ എന്നാണ്. നാസയ്ക്ക് ഹവായി, ചിലി അല്ലെങ്കിൽ ചിലെ, സൗത്ത് ആഫ്രിക്ക എന്നീ സ്ഥലങ്ങളിലൊക്കെ 24 മണിക്കൂറും കണ്ണു തുറന്നിരിക്കുന്ന 4 വലിയ ടെലസ്കോപ്പുകളുണ്ട്. അത് 24 മണിക്കൂറും ആകാശത്തെ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ഓരോരുത്തരുടെയും സുരക്ഷയ്ക്ക് വേണ്ടിയാണ് അമേരിക്ക ഈ ടെലസ്കോപ്പുകൾ നമ്മൾ ഉറങ്ങുമ്പോഴും നിങ്ങൾ ഉറങ്ങുമ്പോഴും ഞാൻ ഉറങ്ങുമ്പോഴും ഒക്കെ പണിയെടുത്തുകൊണ്ടിരിക്കുന്നത്. ഭൂമിക്ക് നേരെ വരുന്ന ചെറുതും വലുതുമായ ആസ്ട്രോയിഡുകളെ കണ്ടെത്തി
അതിൽ ഏതെങ്കിലും ഭൂമിയിൽ പതിച്ച് മനുഷ്യവർഗത്തിന്റെ നിലനിൽപ്പിന് ഭീഷണിയാകുമോ എന്ന് കണ്ടുപിടിക്കുന്ന ജോലിയാണ് ഈ ടെലസ്കോപ്പുകൾ നാസയ്ക്ക് വേണ്ടി നമുക്ക് വേണ്ടി ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ അറ്റ്ലസ് ടെലസ്കോപ്പുകളാണ് ഈ ഇന്റർസ്റ്റെല്ലാർ കോമറ്റിനെ 2025 ജൂലൈ 1 കണ്ടുപിടിച്ചത്. അതുകൊണ്ടാണ് ഇതിനെ 3i അറ്റ്ലസ് എന്ന് വിളിക്കുന്നത്. ആസ്ട്രോണമേഴ്സ് ഇതിനെ ആദ്യം പഠിച്ചപ്പോൾ നമ്മുടെ JWST ജെയിംസ് വെബ് സ്പേസ് ടെലസ്കോപ്പ് അതിൽ നിന്നെടുത്ത ചിത്രങ്ങളൊക്കെ നോക്കിക്കഴിഞ്ഞപ്പോൾ ഇതൊരു സാധാരണ ആസ്ട്രോയിഡ് ആണെന്നാണ് കരുതിയത്. പക്ഷേ ഇതിന്റെ അസാധാരണമായ വേഗത കാരണം ആസ്ട്രോണമേഴ്സിന് പിന്നീട് ഇതിലേക്ക് കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടി വന്നു. അപ്പോഴാണ് അവരിതിന്റെ യാഥാർത്ഥ്യം മനസ്സിലാക്കുന്നതും ഇത് സാധാരണ കോമറ്റ് അല്ല, ഇതിനെന്തോ പ്രത്യേകതയുണ്ടെന്ന് അറിയുന്നതും. സാധാരണ കോമറ്റിൽ നിന്നും ഇതിന്റെ സ്വഭാവം വളരെ വ്യത്യസ്തമായിരുന്നു. ഈ കോമറ്റുകൾ സൂര്യനോട് അടുക്കുമ്പോൾ അതിന്റെ പുറം ഭാഗത്തുള്ള ഐസ് അതെല്ലാം ബാഷ്പീകരിച്ച് നീരാവിയായിട്ട് മാറും. അതുപോലെ പൊടികളൊക്കെ പറക്കും. അത് സൂര്യനിൽ നിന്നുള്ള സോളാർ വിൻഡ്, അതുപോലെ തന്നെ റേഡിയേഷൻ, ഇത് രണ്ടും കാരണം ഈ പൊടിയെയും നീരാവിയും ഒക്കെ ഈ വിൻഡും റേഡിയേഷനും മറുഭാഗത്തേക്ക് പുഷ് ചെയ്യും. ആ പുഷ് ചെയ്യുന്ന സമയത്ത് ഈ പൊടി ഇങ്ങനെ നീണ്ടുപോകുന്നത് തിളങ്ങും സൂര്യന്റെ വെളിച്ചത്തിൽ, എന്തെങ്കിലും വെളിച്ചത്തിൽ. അതിനെയാണ് നമ്മൾ വാൽ എന്ന് വിളിക്കുന്നത്. അങ്ങനെയാണ് കോമറ്റിന് നമ്മൾ ഒരു വാൽ നക്ഷത്രം എന്ന് പറയുന്നത്. ഞാൻ പറഞ്ഞു വന്നത്, ഇങ്ങനെ വരുന്ന ഈ വാലിന് സൂര്യനോട് അടുക്കുമ്പോൾ ചൂട് കൂടുന്നത് കൊണ്ട് സാധാരണ ഒരു ചുവന്ന കളറാണ് വരേണ്ടത്. അങ്ങനെയാണ് നമ്മൾ സാധാരണ കോമറ്റുകളിലൊക്കെ കണ്ടിട്ടുള്ളത്. എന്നാൽ 3i അറ്റ്ലസ് ഇതിൽ നിന്ന് വളരെയധികം വ്യത്യസ്തമായിരുന്നു. പതിവിൽ നിന്ന് വ്യത്യസ്തമായി അതിന്റെ വാല് പെട്ടെന്ന് വലുതാകുന്നു. സൂര്യനോട് അടുക്കുന്നതോറും അതിൽ നിന്ന് പുറത്തു വരുന്ന പൊടിയും വാതകങ്ങളും കലർന്ന പ്രഭയ്ക്ക് ഒരു നീലനിറം വരുന്നു, ഇടയ്ക്ക് ഒരു പച്ച നിറത്തിലേക്ക് മാറുന്നു. അങ്ങനെ വളരെയധികം വ്യത്യസ്തമായ സ്വഭാവങ്ങൾ അതിനുണ്ടായിരുന്നു. അതിന് പല കാരണങ്ങളും പറയുന്നുണ്ട്. അതിലൊരു കാരണം എന്ന് പറയുന്നത് ഇതിൽ വെള്ളത്തിനും അല്ലെങ്കിൽ അതായത് H2O ജലം അതിന്റെ കണികളെക്കാൾ കൂടുതലായിട്ട് കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ട് എന്നതാണ്. അതുപോലെ അതിന്റെ കോറിൽ കൂടുതൽ നിക്കൽ ആണെന്നാണ് ഇവർ കൂടുതൽ മനസ്സിലാക്കിയത്. മാത്രമല്ല, ഞാൻ നേരത്തെ പറഞ്ഞു സൂര്യനെ കടന്നു പോകുമ്പോൾ അതിന്റെ ടെയില് സൂര്യനിൽ നിന്ന് എതിർദിശയിലേക്കാണ് നീണ്ടു നിൽക്കേണ്ടത്. ഈ 3i അറ്റ്ലസിനും ഈ ഇന്റർസ്റ്റെല്ലാർ കോമറ്റിനും സൂര്യനെ കടന്നു പോകുമ്പോൾ അതിനും ഉണ്ടായിരുന്നു സൂര്യന്റെ എതിർഭാഗത്തേക്ക് ഒരു ടെയിൽ. പക്ഷേ അതിനേക്കാൾ വ്യത്യസ്തമായിട്ട് സൂര്യന്റെ ഭാഗത്തേക്ക് നീളുന്ന ഒരു ആന്റി ടെയിൽ പതിവിന് വിപരീതമായിട്ട് ആസ്ട്രോണോമേഴ്സിന് കാണാൻ കഴിഞ്ഞു. അതായത് ഒരു കോമറ്റിന്റെ വാൽ നക്ഷത്രത്തിന്റെ വാല് ന്യൂക്ലിയസിൽ നിന്ന് സൂര്യന്റെ എതിർഭാഗത്തേക്കാണ് കാണേണ്ടത്. ഇതിനൊരു വാലുണ്ടായിരുന്നു എന്ന് മാത്രമല്ല, സൂര്യന്റെ ഭാഗത്തേക്ക് നീളുന്ന ചെറിയൊരു ആന്റി ടെയിൽ കൂടി ചരിത്രത്തിൽ ആദ്യമായിട്ട് ആസ്ട്രോണോമേഴ്സിന് കാണാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. ഇതൊരു അൺയൂഷ്വൽ ഫെനോമിനൻ ആയിരുന്നു. അതായത് ഒരു അസാധാരണമായിട്ടുള്ള ഒരു പ്രതിഭാസം. ഈ കാരണങ്ങളൊക്കെ കൊണ്ടാണ് 3i അറ്റ്ലസിന് സാധാരണ കോമറ്റുകളിൽ നിന്ന് എന്തൊക്കെയോ വലിയ വ്യത്യാസങ്ങൾ ഉണ്ടെന്ന് ആസ്ട്രോണോമേഴ്സ് മനസ്സിലാക്കിയതും അതിനു പുറകെ പോയതും. ഇതൊക്കെ കാണിക്കുന്നത് 3i അറ്റ്ലസ് സോളാർ സിസ്റ്റത്തിൽ നിന്ന് വ്യത്യസ്തമായ ഏതോ ഒരു എൻവയോൺമെന്റിൽ നിന്ന്, മറ്റൊരു സ്റ്റാറിൽ നിന്ന്, അതിന്റെ പരിസര ഭാഗത്ത് നിന്ന് അവിടെ നിന്ന് വന്ന ഒരു കോമറ്റ് ആണെന്നാണ്. ഇതിനിടയ്ക്ക് ഞാൻ ഒരു കാര്യം കൂടി പറഞ്ഞോട്ടെ. നമ്മൾ 3i അറ്റ്ലസ് സൗരയൂഥം സന്ദർശിക്കുന്ന നമുക്കറിയാവുന്ന മൂന്നാമത്തെ ഇന്റർസ്റ്റെല്ലാർ കോമറ്റ് ആണെന്ന് പറഞ്ഞു. അപ്പോൾ ഏതാണ് ഇതിനു മുമ്പുള്ള രണ്ടെണ്ണം? 4.543 ബില്യൺ വർഷങ്ങൾക്ക് മുമ്പ് ഭൂമി ഉണ്ടായതിനു ശേഷം, ഭൂമിയുടെ ശൈശവത്തിലും പിന്നീടും ജുറാസിക് യുഗത്തിലും അങ്ങനെ പല യുഗങ്ങളിലും ഒക്കെ ധാരാളം ഇന്റർസ്റ്റെല്ലാർ കോമറ്റുകൾ സൗരയൂഥത്തിലൂടെ കടന്നുപോയിട്ടുണ്ടാകാം. പക്ഷെ നമ്മൾ അതൊന്നും രേഖപ്പെടുത്തിയിട്ടില്ല. അതുകൊണ്ടാണ് പറഞ്ഞത്, നമ്മൾ രേഖപ്പെടുത്തിയതിനു ശേഷം ഉള്ള മൂന്നാമത്തെ ഇന്റർസ്റ്റെല്ലാർ കോമറ്റ് ആണ് 3i അറ്റ്ലസ്. അപ്പോ ആദ്യം നമ്മൾ രേഖപ്പെടുത്തിയ സോളാർ സിസ്റ്റത്തിലൂടെ കടന്നുപോയ ഇന്റർസ്റ്റെല്ലാർ ഒബ്ജക്ട് ഓമുവാമുവ ആണ്. ഇത് 2017 അതും ഇതുപോലെ തന്നെ ഒരു ഇന്റർസ്റ്റെല്ലാർ കോമറ്റ് ആയിരുന്നു ഓമുവാമുവ. ഈ ഓമുവാമുവ കടന്നുപോയ ഒരു പാത്താണ് ഇവിടെ കാണിക്കുന്നത്. നിങ്ങൾ ശ്രദ്ധിച്ചിരുന്നെങ്കിൽ നേരത്തെ 3i അറ്റ്ലസ് കടന്നുപോയ പാത്ത് ഞാൻ കാണിച്ചിരുന്നു. അതിന്റെ പാത്തും ഈ ഓമുവാമുവയുടെ പാത്തും വളരെയധികം വ്യത്യാസമുണ്ട്. അപ്പൊ ഇത് പല രീതികളിലാണ് കടന്നു പോവുക. സൗരയൂഥത്തിലൂടെ കടന്നുപോയ രണ്ടാമത്തെ ഇന്റർസ്റ്റെല്ലാർ ഒബ്ജക്ട് 2i ബോറിസോവ് ആണ്. ഇത് 2019 ആഗസ്റ്റ് മാസത്തിലായിരുന്നു. ഇത് കടന്നുപോയത് ചൊവ്വയുടെ ഭ്രമണപഥത്തിന് പുറത്തുകൂടി ആയതുകൊണ്ട് അന്ന് അതിന് വലിയ പ്രാധാന്യമൊന്നും വാർത്തകളിൽ ഉണ്ടായിരുന്നില്ല. ഈ 3 ഇന്റർസ്റ്റെല്ലാർ ഒബ്ജക്റ്റുകളുടെ വലിപ്പം നോക്കിയാൽ 3i അറ്റ്ലസ് അതിഭീകരനായിരുന്നു എന്ന് വേണം കരുതാൻ.
ഏതാണ്ട് 10 കിലോമീറ്റർ നീളമുള്ള ഒരു ഇന്റർസ്റ്റെല്ലാർ ഒബ്ജക്റ്റ്. നിങ്ങളുടെ വീട്ടിൽ നിന്ന് നിങ്ങൾ ബസ്സിന് പോകുമ്പോൾ ആലോചിച്ച് നോക്കുക എത്ര ദൂരമാണ് 10 കിലോമീറ്റർ എന്നുള്ളത്. അത്രയും ദൂരമുള്ള ഒരു വലിയ പാറ കഷ്ണം, ഏതാണ്ട് 10 കിലോമീറ്റർ നീളമുള്ള ഇന്റർസ്റ്റെല്ലാർ ഒബ്ജക്റ്റ് ആയിരുന്നു 3i അറ്റ്ലസ്. ഇത് മറ്റ് ഇതിൽ നിന്നൊക്കെ വളരെയധികം വലുപ്പമുള്ളതായിരുന്നു. ഓമുവായ്ക്ക് 500 മീറ്റർ മാത്രമേ വലുപ്പം ഉണ്ടായിരുന്നുള്ളൂ. 500 മീറ്ററിനേക്കാൾ 20 മടങ്ങാണ് ഈ 10 കിലോമീറ്റർ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ രണ്ടാമത്തേത് 2i ബോറിസോവ്, അതിന് 1 കിലോമീറ്റർ നീളമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പൊ അതിനേക്കാൾ 10 മടങ്ങ് വലുതാണ് മൂന്നാമത് വന്ന 3i അറ്റ്ലസ് എന്ന ഇന്റർസ്റ്റെല്ലാർ ഒബ്ജക്റ്റ്. നമുക്ക് ഈ മൂന്നാമത്തെ ഇന്റർസ്റ്റെല്ലാർ ഒബ്ജക്റ്റ് ആയ 3i അറ്റ്ലസിലേക്ക് തിരിച്ചു വരാം. വിശദമായ പഠനങ്ങളിൽ നിന്ന് ആസ്ട്രോണോമേഴ്സ് മനസ്സിലാക്കിയത് ഇത് വരുന്നത് മിൽക്കി വേയുടെ തിൻ ഡിസ്കിൽ നിന്നോ അല്ലെങ്കിൽ തിക് ഡിസ്കിൽ നിന്നോ ആണെന്നാണ്. മിൽക്കി വേക്ക് ഇങ്ങനെ തിൻ ഡിസ്ക്, തിക് ഡിസ്ക് എന്നീ 2-3 ഭാഗങ്ങളുണ്ട്. ഞാൻ അതൊന്നും വിശദീകരിക്കുന്നില്ല, അതൊന്നും നമ്മുടെ ഈ വീഡിയോയുടെ സബ്ജക്റ്റിൽ പെടുന്നതല്ല. അപ്പൊ അത് മിൽക്കി വേയുടെ 2 ഭാഗങ്ങളാണെന്ന് മാത്രം തൽക്കാലം മനസ്സിലാക്കുക. മിൽക്കി വേയുടെ തിക് ഡിസ്കിൽ നിന്നാണ് ഇത് ഒറിജിനേറ്റ് ചെയ്തതെങ്കിൽ ഇതിന് ചുരുങ്ങിയത് 7 ബില്യൺ ഇയേഴ്സ് പഴക്കം ഉണ്ടായിരിക്കും എന്നാണ് കണക്കാക്കിയിരിക്കുന്നത്. 7 ബില്യൺ ഇയേഴ്സ് പഴക്കമുണ്ടെങ്കിൽ ആ ഒരു വലിയ പാറക്കഷ്ണത്തിന് നമ്മുടെ സോളാർ സിസ്റ്റത്തിനേക്കാൾ പഴക്കമുണ്ടെന്നർത്ഥം. ഇറ്റ് ഈസ് ഓൾഡർ ദാൻ അവർ സോളാർ സിസ്റ്റം. നമ്മൾ പലപ്പോഴും ഈ കോമറ്റിനെ സ്ക്രീനിൽ കാണുന്നത് അതിന്റെ ഫോട്ടോ കണ്ടിട്ടാണ്, അല്ലെങ്കിൽ അതിന്റെ ചെറിയ രൂപങ്ങൾ ഇങ്ങനെ സ്ക്രീനിലൂടെ നീങ്ങുന്നതാണ്. നാസയൊക്കെ ഇതിന്റെ വീഡിയോകളൊക്കെ ഇങ്ങനെ പലപ്പോഴും പബ്ലിഷ് ചെയ്യാറുണ്ട്. പക്ഷേ ആക്ച്വൽ വീഡിയോ എടുത്തല്ല ഇവർ പബ്ലിഷ് ചെയ്യുന്നത്, അതിന്റെ ടൈം ലാപ്സ് ഉള്ള ഒരു വീഡിയോ എടുത്തിട്ടാണ് പബ്ലിഷ് ചെയ്യുന്നത്. അതായത് ഇടവിട്ടുള്ള സമയങ്ങളിലുള്ള ഫോട്ടോ എടുത്തിട്ട് എല്ലാം കൂടി കൂട്ടിച്ചേർക്കുമ്പോൾ അത് ഒരു വീഡിയോ പോലെ തോന്നും. ആ ടൈം ലാപ്സ് വീഡിയോ ആണ് നിങ്ങൾ ഇപ്പോൾ കാണുന്നത്. ഇതിൽ ശരിക്കും ഒരു കോമറ്റ് മൂവ് ചെയ്യുന്നത് നിങ്ങൾക്ക് കാണാം. അതിന്റെ കോമ എന്ന് പറഞ്ഞാൽ ഗ്യാസും ഡസ്റ്റും ഒക്കെ ചേർന്നിട്ട് ഒരു ക്ലൗഡ്, ഒരു മേഘം പോലെ അതിന് ചുറ്റും കിടന്ന് കറങ്ങുന്ന ആ ഭാഗത്തിനെയാണ് കോമറ്റിന്റെ കോമ എന്ന് വിളിക്കുന്നത്. അതിന്റെ കോമ കിടന്ന് ഇങ്ങനെ കറങ്ങുന്നതൊക്കെ നമുക്ക് ശരിക്കും കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പൊ ഇതാണ് ആക്ച്വലി ഒരു കോമറ്റ് മൂവ് ചെയ്യുമ്പോൾ നമ്മൾ അടുത്തിരുന്ന് നിന്നാൽ ചിലപ്പോൾ കാണാവുന്നതാണ്. പക്ഷെ നമ്മൾ എടുക്കുമ്പോൾ കളർ വരുന്നത് അതിലെ കോമ്പണൻസിന്റെ വ്യത്യാസം ഉള്ളത് കൊണ്ടാണ്. അതിലെ മെറ്റീരിയൽസ്, അതിലെ വാതകങ്ങൾ, അതിലെ പൊടികൾ, അതിലെ അങ്ങനെയുള്ള കോമ്പണൻസിന് ടെമ്പറേച്ചറിൽ ഉണ്ടാക്കാവുന്ന വ്യത്യാസം വരുമ്പോഴാണ് ഈ കളറൊക്കെ വരുന്നത്. ഇനി ഈ 3i അറ്റ്ലസ് എന്ന ഇന്റർസ്റ്റെല്ലാർ കോമറ്റിനെ എന്തിനാണ് ശാസ്ത്രലോകം ഇത്രയധികം ജിജ്ഞാസയോടെ പഠിക്കുവാൻ താല്പര്യപ്പെടുന്നത്? നമുക്കതൊന്ന് നോക്കാം. ഏതായാലും പറഞ്ഞു, ഇത് സാധാരണ കോമറ്റ് അല്ല. നമ്മൾ ഇന്ന് വരെ കണ്ടിട്ടുള്ള സാധാരണ കോമറ്റുകളിൽ നിന്ന്, അല്ലെങ്കിൽ സൂര്യന്റെ കൈപ്പിടിയിൽ ഒതുങ്ങുന്ന കോമറ്റുകളിൽ നിന്നൊക്കെ വളരെ വ്യത്യസ്തമായിട്ടുള്ളതാണ്. അതായത് 3i അറ്റ്ലസ് വരുന്നത് മനുഷ്യവർഗത്തിന് ഒരിക്കലും എത്തിപ്പിടിക്കാൻ കഴിയാത്ത അത്ര അകലെ നിന്നാണ്. നമ്മൾ ഒരിക്കലും എത്താൻ പോകുന്നില്ല ഇവിടെ. നമ്മൾ ഒരിക്കലും ഒരു വാഹനമുണ്ടാക്കി ഈ ഭാഗങ്ങളിലേക്കൊന്നും ചെല്ലാൻ പോകുന്നില്ല. നമ്മുടെ സൗരയൂഥം കടന്ന് വേറൊരു നക്ഷത്രത്തിന്റെ പരിസരത്ത് അതിന്റെ എൻവയോൺമെന്റിലേക്ക് കടന്ന് അതിന്റെ ഗ്രഹങ്ങളിലോ അതിന്റെ ഭാഗമായിട്ടുള്ള ആസ്ട്രോയിഡ്സിലൊക്കെ ചെല്ലുന്ന കാര്യമാണ് പറയുന്നത്. ഇറ്റ് ഇസ് ഇമ്പോസിബിൾ. അപ്പോ സൂര്യന്റെ കൈ എത്താത്ത ഏതോ ലോകത്ത് ജന്മമെടുത്തതാണ് ഈ 3i അറ്റ്ലസ്. അതുകൊണ്ട് തന്നെ അതിന്റെ സ്വഭാവം, ആ ലോകത്തിന്റെ സ്വഭാവം, ആ ലോകത്തിന്റെ ഗുണങ്ങൾ, അവിടെയുള്ള മെറ്റീരിയൽസ്, അവിടെയുള്ള വസ്തുക്കളുടെ പ്രത്യേകത, ഇതൊക്കെ ഈ കോമറ്റിനും ഉണ്ടാകും, ഈ പാറക്കഷ്ണത്തിനും ഉണ്ടാകും. അപ്പൊ ആ പ്രത്യേകതകൾ പഠിക്കുന്നതിന് വേണ്ടിയാണ്, അതായത് നമ്മുടെ സൗരയൂഥത്തിന് പുറത്തുള്ള നക്ഷത്രങ്ങളുടെ അവിടെ ഉണ്ടായിരിക്കുന്ന ഗ്രഹങ്ങളുടെ, ആ ഗ്രഹങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് രൂപപ്പെട്ട കോമറ്റുകളുടെ കോമ്പണൻസ് എന്തൊക്കെയാണെന്ന് പഠിച്ച് ആ ഭാഗത്തുള്ള അല്ലെങ്കിൽ മറ്റു നക്ഷത്രങ്ങളുടെ പരിസരങ്ങളിലുള്ള വസ്തുക്കളെ പറ്റി പഠിക്കാൻ സഹായിക്കും എന്നതുകൊണ്ടാണ് ഇത്രയധികം പ്രാധാന്യം ഇതിന് വരുന്നത്. അപ്പോൾ 3i അറ്റ്ലസ് എന്ന് പറയുന്നത് മറ്റൊരു നക്ഷത്രത്തിന്റെ പരിസരത്ത് ആ നക്ഷത്രവും അതിനു ചുറ്റുമുണ്ടായേക്കാവുന്ന ഗ്രഹങ്ങളുമൊക്കെ ഉണ്ടായി വന്ന സമയത്ത് ബാക്കി വന്ന ഏതോ ഒരു കഷ്ണം. അപ്പോൾ അതാണ് മറ്റ് നക്ഷത്രങ്ങളുടെ ചുറ്റുപാടുകളെ പറ്റി, സൗരയൂഥത്തിന് പുറത്ത് എന്തൊക്കെയാണുള്ളത്, എങ്ങനെയൊക്കെയാണ് അതിന്റെ കോമ്പോസിഷൻ എന്നൊക്കെ പഠിക്കുവാനുള്ള ഒരു സാധ്യത ശാസ്ത്രജ്ഞന്മാര് അതുകൊണ്ടാണ് ഇവിടെ കാണുന്നത്. 2025 3i അറ്റ്ലസ് നമുക്ക് അടുത്തുകൂടെ സൂര്യനെ കടന്നുപോയത്. കൂടുതൽ കൃത്യമായിട്ട് പറഞ്ഞാൽ ഭൂമിയുടെയും ചൊവ്വയുടെയും ഭ്രമണപഥങ്ങൾക്ക് ഇടയിലൂടെയാണ് അത് കടന്നുപോയത്. ഈ മാപ്പ് ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് അറിയാമത് 2025 ഒക്ടോബർ 29 അത് സൂര്യനോട് ഏറ്റവും അടുത്ത് വരുന്നത്. അപ്പോഴും അത് സൂര്യനിൽ നിന്ന് അകലെ തന്നെയാണ്. ഭൂമിയുടെയും ചൊവ്വയുടെയും ഭ്രമണപഥത്തിന് ഇടയിലുള്ള ഒരു സ്ഥലത്തെത്തുമ്പോഴായിരുന്നു
ഇത് സൂര്യനോട് ഏറ്റവും അടുത്ത് വന്നിരുന്നത്. ആ സമയത്ത് നമുക്കധികം കാണാൻ പറ്റിയില്ല. കാരണം നമ്മൾ, അതായത് ഭൂമി സൂര്യന്റെ മറുഭാഗത്തായിരുന്നു, ഒപ്പോസിഷനിലായിരുന്നു എന്ന് മാത്രം. ഇപ്പോൾ 3A അറ്റ്ലസ് സൂര്യനിൽ നിന്നും ഭൂമിയിൽ നിന്നുമൊക്കെ അകന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ മാർച്ച് 16 ആവുമ്പോൾ അത് വ്യാഴത്തിന്റെ അടുത്തെത്തും. നാസയ്ക്ക് നമ്മുടെ ഈ ഗ്രഹങ്ങളെയൊക്കെ ചുറ്റുന്ന വളരെയധികം പേടകങ്ങളുണ്ട്. അപ്പോൾ ഈ പേടകങ്ങളൊക്കെ കൂടുതൽ ഡാറ്റ നമുക്ക് തരും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. പിന്നീട് പതുക്കെ പതുക്കെ ഈ 3A അറ്റ്ലസ് സൗരയൂഥത്തിന് പുറത്തേക്ക് പോകും. അത് അതിന്റെ മാതൃസൂര്യൻ എന്ന് പറയാമോ എന്ന് എനിക്കറിയില്ല. കാരണം അതിന്റെ പേര് സൂര്യൻ എന്നല്ല, മാതൃനക്ഷത്രം മറ്റേ നക്ഷത്രമാണ്. ആ നക്ഷത്രത്തിന്റെ സമീപത്തേക്ക് അത് എവിടെ നിന്നാണോ വന്നത് അങ്ങോട്ട് മടങ്ങിച്ചെല്ലും. 2026 സ്പ്രിംഗ് സീസൺ വരെ ഈ കോമറ്റിനെ ശക്തമായ ടെലസ്കോപ്പുകൾ ഉപയോഗിച്ച് നമുക്ക് കാണാൻ കഴിയും. അതിരാവിലെ നല്ല ഇരുട്ടുള്ള സമയത്ത് ശക്തമായ ടെലസ്കോപ്പുകളിലൂടെ നോക്കണമെന്ന് മാത്രം. അപ്പോൾ ഏതായാലും കൂടുതൽ ഇന്റർസ്റ്റെല്ലാർ കോമറ്റുകളും ആസ്ട്രോയിഡുകളും ഒക്കെ വരട്ടെ. അങ്ങനെ നമുക്ക് പ്രപഞ്ചത്തിന്റെ രഹസ്യം കൂടുതൽ പഠിക്കാനുള്ള സാധ്യത ഉണ്ടാകട്ടെ എന്ന് ആശിച്ചുകൊണ്ട് ഞാൻ നിർത്തുകയാണ്. തൽക്കാലം ഈ 3A അറ്റ്ലസ് കഥ ഇവിടെ നിർത്തുന്നു. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ഷെയർ ചെയ്യുക, നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും ബന്ധുക്കൾക്കും ഒക്കെ അയച്ചു കൊടുക്കുക. ആദ്യം പറയുന്നത്, നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്യുക. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എൻ്റെ അടുത്ത വീഡിയോകളൊക്കെ പെട്ടെന്ന് ലഭിക്കും, അതിന്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കും. അപ്പോൾ നമുക്ക് ഉടനെ തന്നെ മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. അതുവരെ ടേക്ക് കെയർ, സ്റ്റേ സേഫ് ആൻഡ് ബൈ ബൈ.